ഈ ജ്യോതികുമാർ ചാമക്കാല മന്ത്രിയുടെ പ്രശ്നം രേഖാമൂലം ഒരു പരാതി ഇല്ലല്ലോ, ടെലിവിഷനിൽ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ വിശദീകരിക്കുന്നത് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, മലയാളി പോലീസ് സംഘം കൊൽക്കത്തയിൽ പോകണം, അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിന് മുമ്പിലുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് ഞാൻ അഭിലാഷ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ടേ. കാര്യം പറഞ്ഞോ. അല്ല, ഇത് കൊൽക്കത്തയിൽ പോകണം എന്നുള്ളതിനെ ചേർത്ത് പറയാനൊരു കാര്യമാണുള്ളത്. ഇതൊന്നും വേണ്ട, കൊൽക്കത്തയിൽ പോകണ്ട. അവർക്ക് ഈ നടിക്ക് അവിടെ നിന്നൊരു ഇമെയിൽ അയച്ചാൽ മതി. അപ്പോൾ പ്രശ്നം വേറെ, ചർച്ച നമ്മുടെ വേറെ രൂപത്തിലേക്ക് മാറും. ഒരു പരാതി അയക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാ ചോദ്യം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയും അവർക്ക് ചെയ്യാം. ശരി, അതുകൂടെ ഞാൻ ചേർത്ത് പറയായിരുന്നു, ഇതിനോട് ചേർത്ത്. ശരി, ഓക്കെ, പറയും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയും. ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് താൻ രഞ്ജിത്തിനെതിരായിട്ടാണ് വാദിക്കുന്നതെന്ന് പറയുന്നതും സംസ്ഥാന സർക്കാർ ഇരകൾക്കൊപ്പമാണെന്ന് പറയുന്നത് ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിച്ചു. ഏറ്റവും ആദ്യം ഹേമ കമ്മിറ്റിയുടെ ഒരു കത്തിനെ, ജസ്റ്റിസ് ഹേമയുടെ ഒരു കത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ കോടതി സീൽ ചെയ്ത കവറിൽ ഈ റിപ്പോർട്ട് പരിപൂർണമായും കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മന്ത്രിയൊക്കെ കുട്ടി ഘോഷിച്ചുകൊണ്ട് അതിനെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോ അത് ചർച്ച ചെയ്യുന്നതിനോ ഈ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്ന് തുടരെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു സാഹചര്യം, ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടന്റും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവും ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോൾ ബംഗാളിൽ നിന്നും ഒരു പ്രമുഖ നടി അവരുടെ ദുരനുഭവം വളരെ കൃത്യമായി പറഞ്ഞു. നമുക്ക് ആ സിനിമയുടെ പലേരി മാണിക്യം ഒരു പാതിര പീഡനം എന്ന് പുനർനാമകരണം ചെയ്യാവുന്ന ഒരു സിനിമ. ആ സിനിമയിലേക്ക് നടിയായി വന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ കേരളത്തിലേക്ക് വരുന്നു. അവർ ഇപ്പോൾ അതിൻ്റെ മധ്യസ്ഥരായിട്ട് നിന്ന ശ്രീ ജോഷി ജോസഫൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. അവർ അങ്ങനെ ഇവിടെ വന്നു, ആ സിനിമയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അവർ വന്ന ദിവസം തന്നെ അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ അവരെ തനിക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത്, അത് ശാരീരികമായി പോലും കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകൻ. ആ സംവിധായകനെക്കുറിച്ച് അവർ ഇവിടെ വരാനിടയായ സാഹചര്യവും അവരുടെ അന്നത്തെ ഫാമിലിയിലുണ്ടായ പ്രത്യേക സാഹചര്യവും ഒക്കെ അവർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെല്ലാ ചാനലിലും പറഞ്ഞത് ശ്രദ്ധിച്ചു. അവർ ഓരോ ചാനലിലും പ്രത്യേകമാണ് ഇന്റർവ്യൂ എടുത്തത്. പക്ഷേ ഇതെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്, നമുക്ക് കൺവിൻസിംഗായി അവർ പറയുന്നുണ്ട്. അവർ ഈ വിവാദം കേട്ടുകൊണ്ട് കേരളത്തിലൊരു വിപ്ലവം ഉണ്ടാകട്ടെ എന്ന് കരുതി വന്നയാളല്ല. അവരവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. അവരെത്രമാത്രം CPM വേണ്ടി അവിടെ പ്രചാരണത്തിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് രഞ്ജിത്തിനോടുള്ള പൊളിറ്റിക്കൽ റൈവലറി കൊണ്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു ദുരനുഭവം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പങ്കുവെക്കാനിടയാ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച് അവർ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. അത് എൻഡോസ് ചെയ്തിരിക്കുന്ന ശ്രീ ജോഷി ജോസഫും ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും അതുപോലെ ഒരു പ്രമുഖ എഴുത്തുകാരിയും ഒക്കെ സാക്ഷികളായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ നിയമത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഇങ്ങനെയൊക്കെയാണ് FIR ഇടേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഞാനൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. FIR ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ അല്ലെങ്കിൽ നിരന്തരമായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് FIR ഇടുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിന് മാത്രമായി ഇപ്പോൾ ബംഗാളിലെ ഒരു നടി കൊടുത്താൽ മാത്രം FIR ഇടുന്നതിന് പ്രത്യേക നിയമം വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ FIR ഇട്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ഞാൻ ചോദിക്കുന്നത്, ഹേമ കമ്മിറ്റി നമ്മളത് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഹേമ കമ്മിറ്റി താൽക്കാലികമായി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ വീണ്ടും ഹേമ കമ്മിറ്റിയിലേക്ക് മടങ്ങി പോകേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇവിടെ CPM സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, AK ബാലൻ ഉൾപ്പെടെ, ഇപ്പോഴത്തെ സജി ചെറിയാൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നത്, ആരാണ് പരാതിക്കാർ, എന്താണ് അവരുടെ പരാതി, എവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അത് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും 96ാമത്തെ പാരഗ്രാഫ് കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായി മൊഴിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പെൻഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകളുടെ പ്രിൻ്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറയുമ്പോഴും ആരാണെന്നും ഏതാണെന്നും ഇല്ലാത്ത പരാതി ആകാശത്ത് നിന്ന് എങ്ങനെയാണ് FIR ഇടുന്നത് എന്ന് ചോദിച്ച AK ബാലനെ പോലെ ഉള്ളവരുടെ മുമ്പിലേക്കാണ് ഇടുത്തി പോലെ ഈ തരത്തിലൊരു മൊഴി വരുന്നത്. എന്നാണ് സംഭവിച്ചതെന്നും എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നും ആരാണ് പ്രതിസ്ഥാനത്തെന്നും ആരാണ് വാദിയെന്നും അതിന് ആരൊക്കെ സാക്ഷിയുണ്ട് എന്നും ക്രിസ്റ്റൽ ക്ലിയറായി ഒരു സ്ത്രീ പറഞ്ഞിട്ട്, ഒരു സിനിമാ പ്രവർത്തക പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്ര കഴിഞ്ഞു? ഒരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല ഈ 15 അംഗ എന്തൊരു സംഘമാണ് ഗൂഢസംഘം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘമുണ്ടല്ലോ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ സംഘത്തിലെ അംഗമാണോ ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് എനിക്കറിയില്ല, ആയേക്കാം അല്ലാതിരിക്കാം. ഏതായാലും ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ അനുഭവവും അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സാക്ഷി നമ്മുടെ മുമ്പിലിരിക്കല്ലേ ശ്രീ ജോഷി ജോസഫ്. ഇവർക്കൊക്കെ അന്ന് തന്നെ ഇത് അറിയാമായിരുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ വ്യക്തമായി കേരളീയ സമൂഹത്തോട് എങ്ങനെയാണ് പറയേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഈ മന്ത്രി എന്തായി പറയുന്നത് ഇന്ന് രാവിലെ? ഇന്ന് അതിരാവിലെ ഞാൻ ഒരു യാത്ര പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇത് കേട്ടത്, ലൈവ് പിന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിൽ രഞ്ജിത്ത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഡയറക്ടറാണ്, കലാകാരനാണ്. അങ്ങനെയുള്ള ആൾക്ക് പീഡനമാകാമെന്നാണോ? അങ്ങനെയുള്ള ആൾ പീഡനം നടത്തിയാൽ അദ്ദേഹം പ്രതിയാകില്ലെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ഭരണഘടന കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ മന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മന്ത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ പിന്നെ അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം എന്താ? ഇപ്പോഴും നാഴിക 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീപക്ഷ സർക്കാർ, അല്ലേ? സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുകയും ആ സർക്കാരിൻ്റെ ഗോൾ പോസ്റ്റുകൾ ഓരോ നിമിഷവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. എവിടെ വാദി എന്ന് ചോദിക്കുമ്പോൾ, എവിടെ സാക്ഷി എന്ന് ചോദിക്കുമ്പോൾ, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതെല്ലാം കൃത്യമായി പറയപ്പെടുമ്പോൾ ഇതല്ല, ഇനി പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ചതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക? ഇനി പോലീസ് അന്വേഷിച്ച് അതിൽ തീരുമാനമാകട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് പറയുന്ന ഈ നിലപാടിനെ നമുക്ക് മറ്റേ പരിപാടി ഉണ്ടെങ്കിൽ തലേന്നേ പറയണമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ത്രീ വിരുദ്ധ സർക്കാരാണ്. ഈ നയങ്ങളും നടപടികളും എല്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. അതുകൊണ്ട് തന്നെ ശ്രീ രഞ്ജിത്ത് അടിയന്തരമായി അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകണം. സ്ത്രീവിരുദ്ധ പരാമർശമാണ് രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു തരത്തിൽ പിന്നെ ഇത്തരത്തിൽ ഇൻസൾട്ടിന് വിധേയമായ ഒരു സ്ത്രീ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നതല്ല ശരി, കലാകാരനാണ്, അദ്ദേഹത്തിന്റെ കാര്യത്തെ തെളിയിച്ചു അഗ്നിശുദ്ധി വരുത്തി വരട്ടെ എന്നൊക്കെ പറയുന്ന മന്ത്രിയെ സംബന്ധിച്ച് സ്ത്രീവിരുദ്ധ പരാമർശമായി മാത്രമേ അതിനെ കണക്കാക്കാനാകൂ. അതുകൊണ്ട് അദ്ദേഹവും രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.